പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകാം എന്നുള്ള തട്ടിപ്പിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റും പ്രതി. കണ്ണൂർ ടൗൺ പോലീസാണ് കേസെടുത്തത്. കണ്ണൂർ ബ്ലോക്കിൽ 494 പേരിൽ നിന്ന് 3 കോടിയോളം രൂപ തട്ടിയെന്നാണ് കേസ്. പ്രതി അനന്തകൃഷ്ണനെതിരെ കണ്ണൂരിലും ഇടുക്കിയിലും വ്യാപക പരാതിയുണ്ട്. 7 പ്രതികളാണ് കേസിലുള്ളത്. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും മിഥുൻ പിള്ള, ഇടുക്കിയിൽ നിന്ന് സുബിൻ തോമസ് എന്നിവർ ചേരുന്നു. ആദ്യം മിഥുൻ പിള്ളയിലേക്ക്. മിഥുൻ, ഇവിടെ കോൺഗ്രസിൻ്റെ നേതാവ് ലാലി വിൻസെൻറ്റും ഈ കേസിൽ പ്രതിയാണല്ലോ. കണ്ണൂർ ടൗൺ പോലീസ് എടുത്ത കേസിൽ കണ്ണൂർ ബ്ലോക്കിൽ നിന്ന് മാത്രം ഏകദേശം 3 കോടിയോളം രൂപ തട്ടിയെടുത്തിരിക്കുന്നു, 500ഓളം ആളുകളിൽ നിന്നും. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, കണ്ണൂർ ജില്ലയിൽ എമ്പാടും 2000 കേസുകളാണ് ഈ സീഡ് സൊസൈറ്റിയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് എടുത്തിരിക്കുന്നത്. പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകാമെന്ന വാഗ്ദാനം നൽകിയാണ് ഇത്തരത്തിൽ വ്യാപകമായ തട്ടിപ്പ് കണ്ണൂർ ജില്ലയിൽ നടത്തിയിരിക്കുന്നത്. കണ്ണൂർ ടൗണ്, വളപട്ടണം, മയ്യിൽ, ശ്രീകണ്ഠാപുരം, പയ്യന്നൂർ തുടങ്ങി കണ്ണൂരിലെ ഒട്ടുമിക്ക എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഈ അനന്തകൃഷ്ണനെതിരെ ഇപ്പോൾ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ കണ്ണൂർ ടൗൺ പോലീസ് എടുത്ത കേസിലെ 7ാം പ്രതിയാണ് കോൺഗ്രസ് നേതാവായ ലാലി വിൻസെന്റ്. ഇവർ ഈ പദ്ധതി നടപ്പിലാക്കുന്ന, അതായത് ഈ പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകുമെന്ന ഈ പദ്ധതി നടപ്പിലാക്കുന്ന സ്പിയാർട്സ് എന്ന ഏജൻസിയുടെ ലീഗൽ അഡ്വൈസറാണ് കോൺഗ്രസ് നേതാവായ ലാലി വിൻസെന്റ്. ഇവരെ 7ാം പ്രതിയാക്കി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ കേസ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതിലെടുത്തു പറയേണ്ടത്, കണ്ണൂർ ടൗൺ പോലീസിന്റെ ഈ കേസിൽ ഏതാണ്ട് കണ്ണൂർ ബ്ലോക്കിൽ മാത്രം 494 പേരിൽ നിന്ന് 3 കോടിയോളം രൂപയാണ് ഈ അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘം തട്ടിയെന്ന് പറയുന്നത്. അനന്തകൃഷ്ണൻ ഉൾപ്പെടെ 7 പേർക്കെതിരെയാണ് കണ്ണൂർ ടൗൺ പോലീസ് ഇപ്പോൾ FIR ഇട്ടിരിക്കുന്നത്. സ്പിയാർട്സിന്റെ നിയമ ഉപദേഷ്ടാവായ ലാലി വിൻസെന്റ് ഈ കേസിലെ 7ാം പ്രതിയാണ്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കൂടുതൽ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. ഈ സീഡ് സൊസൈറ്റിയുടെ മെമ്പർമാരടക്കം അല്ലെങ്കിൽ ഈ പ്രൊമോട്ടർമാരടക്കം ഈ കേസിൽ ഇരയായി എന്ന് പറയുന്നുണ്ട്. കാരണം അവരും ഈ പകുതി പൈസയ്ക്ക് സ്കൂട്ടർ കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട് അവരും ഈ പ്രൊമോട്ടർമാരും ഇതിൽ പൈസ നിക്ഷേപിച്ചിട്ടുണ്ട്. ഈ പൈസ മുഴുവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇവർക്ക് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ പണം തിരികെ കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണെങ്കിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇത്തരത്തിൽ പരാതികൾ നൽകിയിട്ടുള്ളത്. നിലവിൽ 2000ഓളം പരാതികളാണ് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഉടനെ തന്നെ ഈ കേസുകളിൽ തുടർ നടപടികൾ സ്വീകരിക്കണമെന്നൊരു നിർദ്ദേശം തന്നെയാണ് ജില്ലാ പോലീസ് മേധാവി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇതിന്റെ തുടർ നടപടികളുമായി അധികൃതർ മുന്നോട്ട് പോവുകയാണ്. ഇതിൽ ഏറ്റവും ഒടുവിലത്തെ വിവരമാണ് ഈ കോൺഗ്രസ് നേതാവായ ലാലി വിൻസെന്റിനെ 7ാം പ്രതിയാക്കി കണ്ണൂർ ടൗൺ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു എന്ന വിവരം. വിനോദ്, ഈ കേസിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് എങ്ങനെയാണ് പ്രതിയാകുന്നത്? ഈ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ആളാണോ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ്? അതിൻ്റെ വിശദാംശങ്ങൾ കൂടി മിഥുൻ പിള്ള. വിനോദ്, അതായത് സീഡ് സൊസൈറ്റി എന്നൊരു സൊസൈറ്റിയുടെ പേരിലാണ് കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് സ്ത്രീകൾക്ക് ഇത്തരത്തിൽ ഇരുചക്ര വാഹനങ്ങൾ പകുതി വിലയ്ക്ക് നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് വ്യാപകമായി പണം അവർ സ്വീകരിച്ചത്. ഇതിൽ ഈ പണം സ്വീകരിച്ചത് ഈ അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ്. അതേസമയം ഈ പദ്ധതി നടപ്പിലാക്കുന്നത് സ്പിയാർട്സ് എന്ന ഏജൻസിയാണ് എന്നാണ് പറയുന്നത്. ആ സ്പിയാർട്സ് എന്ന ഏജൻസിയുടെ നിയമ ഉപദേഷ്ടാവാണ് കോൺഗ്രസ് നേതാവായ ലാലി വിൻസെന്റ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ രാഷ്ട്രീയ പ്രമുഖരായ ആളുകൾ ഈ സംഭവത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു സംവിധാനത്തിന്റെ പുറകിലുണ്ട് എന്ന വിശ്വാസത്തിന്റെ പുറത്താണ് പല ആളുകളും ഇതിൽ പണം നിക്ഷേപിക്കാൻ വേണ്ടി തയ്യാറായത്. അത്തരത്തിലാണ് പല ആൾക്കാരും, ഈ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ ഇതിനകത്ത് പങ്കുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അതിന് വിശ്വാസ്യത അതോടുകൂടി വന്നു എന്ന് കണ്ടുകൊണ്ടാണ് പല പ്രൊമോട്ടർമാരും ആളുകൾ പ്രൊമോട്ടറാവാൻ ഇതിലേക്ക് വരികയും ആളുകൾ ഈ പകുതി വിലയ്ക്ക് സ്കൂട്ടർ വാങ്ങാൻ തയ്യാറായി പൈസ നിക്ഷേപിക്കുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങളെ വഞ്ചിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഒരാളാണ് അല്ലെങ്കിൽ തങ്ങൾ പറ്റിക്കപ്പെടാൻ പ്രധാന കാരണമായ ഒരാൾ കൂടിയാണ് ഈ ലാലി വിൻസെന്റ് എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവർക്കെതിരെ കൂടി ഇത്തരത്തിൽ സീഡ് സൊസൈറ്റിയുടെ അംഗങ്ങൾ പരാതി നൽകാൻ കാരണമായത്. ആ സംഭവത്തിൽ ഇപ്പോൾ പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അവർക്കെതിരെ FIR ഇട്ടിട്ടുണ്ട്. അനന്തകൃഷ്ണൻ അടക്കം 7 പേർക്കെതിരെയാണ് ഇപ്പോൾ FIR ഇട്ടിരിക്കുന്നത്. ഇതിൽ 7ാമത്തെ പ്രതിയാണ് കോൺഗ്രസ് നേതാവായ ലാലി വിൻസെന്റ്. ഇവർ ഈ സ്പിയാർട്സ് എന്ന ഏജൻസിയുടെ നിയമ ഉപദേഷ്ടാവ് കൂടിയാണ്. വിനോദ്, അതെ, ഇടുക്കിയിൽ നിന്നും സുബിൻ തോമസ് കൂടി ചേരുന്നു. സുബിൻ, ഇപ്പോൾ ഈ സ്കൂട്ടർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് അടക്കമുള്ളവർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. കണ്ണൂരിൽ നിന്ന് മാത്രം 500ഓളം ആളുകളിൽ നിന്നാണ് കോടിക്കണക്കിന് രൂപ പിരിച്ചിട്ടുള്ളത്. ഇടുക്കിയിൽ നിന്നും സമാനമായ പരാതികളുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ സുബിൻ.
പ്രതിയായിട്ടുള്ള അനന്തകൃഷ്ണന്റെ വീട് ഇടുക്കിയിലാണ്, തൊടുപുഴയ്ക്ക് സമീപം കാഞ്ഞാറിലാണ് അദ്ദേഹത്തിന്റെ വീടുള്ളത്. ഞാനിപ്പോൾ നിലവിലുള്ളത് ഈ അനന്തകൃഷ്ണന്റെ വീടിന് മുന്നിലാണ്. അനന്തകൃഷ്ണൻ ഇടുക്കിയിൽ നിന്നാണ് ഈ തട്ടിപ്പുകളുടെ എല്ലാം തന്നെ തുടക്കം അല്ലെങ്കിൽ ആരംഭം ഇടുക്കിയിൽ തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്നുള്ള പ്രദേശവാസികളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ചെറുപ്രായത്തിൽ തന്നെ ഇത്തരത്തിൽ തട്ടിപ്പുകൾ അദ്ദേഹം ഇയാൾ ആരംഭിച്ചിരുന്നു. ആദ്യത്തിൽ ഈ ഒരു മണി ചെയിൻ പൈസ ഇരട്ടിപ്പിക്കുന്ന അത്തരത്തിലുള്ള ഒരു തട്ടിപ്പാണ് അദ്ദേഹം ഇയാൾ നടത്തിയിരുന്നത്. ഇതിനുശേഷം കൂടുതൽ ആളുകൾക്ക് പൈസ കൊടുക്കാനാവുകയും ഇവിടെ നിന്ന് മാറുന്നിട്ടുള്ള സാഹചര്യം ഉണ്ടാകുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട ഇയാൾ ഈ കൊടുക്കാനുള്ള പണമെല്ലാം കൊടുത്തു തീർക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് ഇത്തരത്തിൽ രണ്ടാമതൊരു തട്ടിപ്പിലേക്ക് കടക്കുന്നത്. ഈ മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ ആദ്യം തട്ടിപ്പ് നടത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മൂവാറ്റുപുഴ സോഷ്യോ എക്കണോമിക് ആൻഡ് എൻവയോൺമെന്റ് സൊസൈറ്റി എന്ന പേരിൽ ഒരു NGO സ്ഥാപിക്കുന്നു. ആ എൻജിഒയിലൂടെയാണ് ഈ ഒരു തട്ടിപ്പുകളുടെ എല്ലാം തുടക്കം. ഇതിനുശേഷമാണ് ഇതിന്റെ സഹകരണ സ്ഥാപനം എന്ന രീതിയിൽ സീഡിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഈ സീഡ് വഴിയാണ് പിന്നീട് മുഖ്യമായ തട്ടിപ്പുകളെല്ലാം തന്നെ ഉണ്ടായത്. 2018 ആണ് ഈ ഒരു NGO തുടങ്ങുന്നത്. അതിനുശേഷം ഈ കോവിഡ് കാലത്തോടുകൂടിയാണ് ഈ ഒരു തട്ടിപ്പ് വ്യാപകമായി നടത്താൻ ഇയാൾ ആരംഭിക്കുന്നത്. പ്രധാനമായും സ്ത്രീകളെ ഈ സൊസൈറ്റിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു പ്രധാനമായും ഈ ഒരു സൊസൈറ്റികളെല്ലാം തന്നെ രൂപീകരിച്ചിട്ടുള്ളത്. സ്ത്രീകൾ മാത്രമാണ് ഈ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നത്. അവർക്ക് ഈ മോഹന വാഗ്ദാനങ്ങൾ നൽകുന്നത്, അതായത് പകുതി വിലയ്ക്ക് ഗൃഹോപകരണങ്ങൾ, അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, സ്കൂട്ടറുകൾ, അതുപോലെ തന്നെ വളങ്ങൾ, കീടനാശിനികൾ ഉൾപ്പെടെയുള്ള എല്ലാവിധ സാധനങ്ങളും, അതായത് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ സാധനങ്ങളും പകുതി വിലയ്ക്ക് നൽകിയാണ് ഇയാൾ ഈ ഒരു വാഗ്ദാനങ്ങൾ എല്ലാം തന്നെ നടത്തിയിരുന്നത്. ഈ തട്ടിപ്പിന്റെ മറ്റ് മുമ്പോട്ട് പോയിരുന്നത് അങ്ങനെയാണ്. അതിനുശേഷം വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ ഉണ്ടാകുന്നു. പലർക്കും ഇത്തരത്തിൽ വാഹനവും അതുപോലെ തന്നെ മറ്റ് ഇത്തരത്തിൽ വാഗ്ദാനം ചെയ്ത സാധനങ്ങൾ കിട്ടാതെ വന്നതോടുകൂടിയാണ് ഈ പരാതികൾ കൂടുതലായും ഉണ്ടായിട്ടുള്ളത്. ഇടുക്കി ജില്ലയിലും സമാനമായ രീതിയിൽ നിരവധി പരാതികൾ, 1000-ലധികം പരാതികൾ ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ പരാതികളും ഉണ്ടാകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കേസുകൾ നെടുങ്കണ്ടത്താണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിൽ പരാതി നൽകാത്ത നിരവധി ആളുകളുമുണ്ട്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ ഈ ഒരു ആളുകളെ വിശ്വാസത്തിലെടുക്കാൻ എന്ന വണ്ണോളം നിരവധി ആളുകൾക്ക് ഈ ഉപകരണങ്ങളെല്ലാം തന്നെ നൽകുകയും ചെയ്തു. അത് ഒരു സ്ഥലത്ത് നിന്ന് കിട്ടുന്ന തുക മറ്റൊരു സ്ഥലത്തേക്ക് നൽകുന്നു. അവിടെ നിന്ന് ഇങ്ങനെ ഒരു മാറ്റിമറിച്ചുള്ള ഒരു ക്രമീകരണം നടത്തിയാണ് ഈ ഒരു ആദ്യഘട്ടത്തിൽ ഇവരെ വിശ്വാസം എടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വിശ്വാസത്തിലെടുത്തു. അതിനുശേഷമാണ് ഈ ഒരു തട്ടിപ്പ് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും ഈ നാട്ടുകാർ പ്രധാനമായും പറയുന്നത് ഇതിനു മുമ്പ് നാട്ടിൽ മാന്യമായി നടന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ വളർച്ച ഈ കഴിഞ്ഞ കാലത്തിനിടെ പെട്ടെന്നാണ് ഉണ്ടായത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഒരു വീടൊക്കെ അദ്ദേഹം വെച്ചിട്ടുണ്ട്. ഈ വീടൊക്കെ കുറഞ്ഞ കാലം കൊണ്ട് ഉയർത്തിയെടുത്തതാണെങ്കിൽ കുറഞ്ഞ കാലം കൊണ്ട് നിർമ്മിച്ചതാണ് ഈ വീടെല്ലാം എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അതിനുശേഷം ആദ്യത്തെ ആ ഒരു തട്ടിപ്പ് നടത്തിയതിനു ശേഷം നിലവിൽ മറ്റ് സ്ഥിതികൾ അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളിലേക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു രീതികളിലേക്ക് ഒന്നും തന്നെ അയാൾ പോയിരുന്നില്ല എന്നും ഇവർ പ്രദേശവാസികൾ പറയുന്നുണ്ട്. എന്തായാലും ഇടുക്കി ജില്ലയിലും സമാനമായ നിരവധി കേസുകൾ ഈ അനന്തകൃഷ്ണനെതിരെ നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയും കൂടുതൽ പരാതികൾ ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. പരാതികൾ നാട്ടിൽ നിന്നും ഉയരുന്നു. ഏത് തരത്തിലാണ് പണം പിരിച്ചിരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ? സ്ത്രീകളടക്കമുള്ള ആളുകളാണ് കബളിപ്പിക്കലിന് വിധേയരായത്. അപ്പോൾ ആ ആളുകൾ, കബളിപ്പിക്കലിന് വിധേയരായ ആളുകളുടെ പ്രതികരണം നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിച്ചിട്ടുണ്ടോ സുബിൻ? നിലവിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇടുക്കിയിൽ നിന്നുള്ള വാർത്ത ഇതിന് മുമ്പ് നൽകിയിരുന്നു. ആ സമയത്ത് നെടുങ്കണ്ടത്ത് നിന്നുള്ള ഈ പരാതിക്കാരായിട്ടുള്ളവരുടെ പ്രതികരണങ്ങൾ നമ്മൾ നൽകുകയും ചെയ്തിരുന്നു. നിലവിൽ ഇപ്പോൾ നമ്മൾ ഉള്ളത് ഈ ഒരു അനന്തുവിന്റെ നാട്ടിലാണ്, അനന്തുവിന്റെ വീട്ടിലാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത്. നമ്മളോട് ഇപ്പോൾ ചേരുന്ന ഇവിടുത്തെ പ്രദേശവാസിയായിട്ടുള്ള രാജുചന്ദ്രനാണ്. ഈ അനന്തകൃഷ്ണനെ പറ്റി നന്നായി തന്നെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് രാജചന്ദ്രൻ. ഈ അനന്തുവിന്റെ എങ്ങനെയായിരുന്നു, അനന്തുവിന്റെ ജീവിതം എങ്ങനെയായിരുന്നു? അനന്തിന്റെ ജീവിതം നല്ല ഒരു പയ്യനായിരുന്നു. എവിടെയാണ് ജനിച്ച് വളർന്നതും പഠിച്ചതും ഒക്കെ ഇവിടെ തന്നെയാണ്. ഒരാൾക്കാരൊക്കെ നമുക്കറിയുന്നത്. അന്നൊന്നും ഇങ്ങനെ ഒരു തട്ടിപ്പോ കാര്യങ്ങളും, നല്ല മിടുക്കൻ പയ്യനും നല്ല പ്രാസംഗികനാണ്. ജനങ്ങളുമായിട്ടൊക്കെ ഇടപഴകാനും കഴിവുണ്ട്. പിന്നെ ഏത് രീതിയിലായാലും ഏറ്റവും മുമ്പിലുണ്ടാവും. പുള്ളിക്ക് പ്രാസംഗികനായതുകൊണ്ട് പേരിൽ നല്ലൊരു കഴിവുണ്ട് പുള്ളിക്ക്. ആൾക്കാരെ എല്ലാ കേസിനും മുമ്പ് നിർത്തുമായിരുന്നു. അങ്ങനെയുള്ളൊരു ഇതുള്ളൂ. അങ്ങനെ ഈ തട്ടിപ്പുമായിട്ട് മാത്രം നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല. പക്ഷെ ആളുടെ ഇവിടെ ഒന്നും അങ്ങനെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ ഇതിനു മുമ്പേ തരത്തിലുള്ള തട്ടിപ്പുകൾ 2016 തോന്നുന്നു. ഇവിടെ സമാനമായ ഇവിടെ ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ട്. ഈ പൈസ ഇരട്ടിപ്പിക്കൽ മഴയും ചെയ്യും പോലെ ഒരു പരിപാടി എന്തോ നടത്തി. അങ്ങനെ കുറെ പേരെ പൈസ പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഈ പുതിയ തട്ടിപ്പിൽ ഞാൻ അവരോട് ചോദിച്ചു, അവർക്ക് പൈസ തിരിച്ചു കിട്ടിയോ എന്ന് ചോദിച്ചു. പറഞ്ഞു ഞങ്ങളുടെ പൈസ എല്ലാം തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഈ പുതിയ തട്ടിപ്പിൽ എടുത്തു കൊടുത്തതായിരിക്കും അവരെ സ്വാധീനിക്കാൻ വേണ്ടി. പൈസ കൊടുത്തെന്ന് പറയുമ്പോഴത്തേക്കും പിന്നെയും ഇതിന്ന് വേറെ ആളുടെ പൈസ പോയാലും കിട്ടുന്നൊരു ധാരണ വരുത്താലോ. അങ്ങനെ ആയിരിക്കും അതിന്റെ സംഭവം. ഈ ഭാഗത്ത് ഈ സൊസൈറ്റിയുടെ പ്രവർത്തനം ഉണ്ടായിരുന്നത്
ഉണ്ട്. ഇവിടെ തന്നെ അബ്ദുൽ കലാം എന്ന് പറഞ്ഞൊരു സൊസൈറ്റി ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. പുള്ളി പല പേരിലാണ് പലയിടത്തും ഈ ഓഫീസുകൾ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒത്തിരി പിള്ളേർ സെറ്റൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ജീവനക്കാരൊക്കെ. ഈ വീട്ടുകാരെ പറ്റി വീട്ടുകാർ ഇവിടെ വല്ലതും ഉണ്ടോ? വീട്ടുകാർ എവിടെ പോയെന്നുള്ള ഇവനിങ്ങനെ ജയിലിലായെന്ന് പറഞ്ഞ പിന്നെ ഇവര് ഇവിടെ കണ്ടിട്ടുണ്ട്. ഏകദേശം എത്ര ദിവസമായിട്ട് ഈ വീട് അടഞ്ഞു കിടക്കാം? ഇപ്പൊ ഒരാഴ്ച ആയിട്ടുണ്ടാവും. അത്ര അല്ലേ? ഒരാഴ്ച ആയിട്ടുണ്ടാവും. അതിന്റെ അസ്റ്റ് നടന്നെന്നോ അന്നും ഇവിടെ ആളില്ല. ഈ ഭാഗത്ത് ഇങ്ങനെ ആർക്കെങ്കിലും പൈസ കിട്ടാനായിട്ട് വല്ലതും ഉണ്ടോ? കിട്ടാനുള്ള ആളുകള് മനസ്സ് തുറന്ന് പറയുന്നില്ലല്ലോ. ആരും വെളിച്ചത്തോട്ട് വരുന്നില്ല ഇതുവരെ. പല ആൾക്കാരെയും പോയിട്ടുണ്ടോന്നുള്ള അറിവ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ അവരൊന്നും രംഗത്തേക്ക് വരുന്നില്ല. പിന്നെ സംശയിക്കാനുള്ള ഒരു നിമിഷ നേരം കൊണ്ട് നമുക്ക് ഇത്രയൊക്കെ ആകാൻ സാധിക്കുന്നത് തട്ടിപ്പിലല്ലാതെ ഒന്നും ഒരു വ്യക്തിക്കും നമ്മുടെ ഇന്നത്തെ കാലത്ത് കേരളത്തിലുള്ള ഇന്ത്യയിൽ പോലും ഒരു തട്ടിപ്പ് നടത്താതെ ഒന്നും ഇത്രയും വലിയ ഒരു മനുഷ്യനായി ഇത്രയും കോടിക്കണക്കിന് രൂപ അക്കൗണ്ടിൽ വരണമെങ്കിൽ നിസ്സാരക്കാരനായിരിക്കില്ല. തട്ടിപ്പ് നടത്താനെന്ന് അറിയാലോ. അതുകൊണ്ട് എനിക്ക് അത്തരത്തിലാണ് ഇത്തരത്തിൽ ഈ ഒരു തട്ടിപ്പിലൂടെ തന്നെയാണ് ഈ അനന്തകൃഷ്ണന്റെ വളർച്ച എന്നുള്ളതാണ് പ്രദേശവാസികളും പറയുന്നത്. തീർച്ചയായും സീഡ് തട്ടിപ്പ് നടത്തിയ അനന്തകൃഷ്ണന്റെ നാട്ടിൽ നിന്നുള്ള ആളുകളുടെ പ്രതികരണങ്ങളാണ് കണ്ടത്.